നമസ്കാരം. തൈറോയിഡ് ക്യാൻസറിനെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. തൈറോയിഡ് ക്യാൻസറിനെ കുറിച്ചും നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ് അട്ടക്കലാണ്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ സർജിക്കൽ ഓങ്കോളജി ഹെഡ് ആൻഡ് നെക്ക് ഡിവിഷനിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഡോക്ടർ. ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, തൈറോയിഡ് ക്യാൻസർ ഇന്ന് വലിയ പ്രശ്നമാണോ? രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ടോ? നമ്മൾ സ്ഥിതിവിവര കണക്കുകൾ അല്ലെങ്കിൽ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു ആദ്യത്തെ 10 ക്യാൻസറിൽ തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇന്ത്യൻ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടുള്ള ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലായി തൈറോയ്ഡ് ക്യാൻസർ കൂടുതലായി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ സ്ത്രീകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ 5ാമത്തെ സ്ഥാനത്തേക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ അത് പൊതുവെ ഇന്ത്യൻ ഡാറ്റ പറയുന്നത് സദേൺ ഇന്ത്യയിലാണ് കൂടുതലായി തൈറോയ്ഡ് ക്യാൻസറിന്റെ ഒരു ഇൻസിഡൻസ് കൂടുതലായി കാണപ്പെടുന്നത്. ഈ കേരളത്തിലെ ഒരു ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 2015, 16 അല്ലെങ്കിൽ അതിനുശേഷമുള്ള നമ്മുടെ പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ രജിസ്റ്റർ, അതിലെ വിവരക്കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു 10% കൂടുതലായി തൈറോയ്ഡ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നുണ്ടെന്നാണ്. അതിന്റെ അർത്ഥം അത് കൂടുന്നുണ്ടെന്നല്ല, മിക്കവാറും അതിന്റെ ഒരു നമ്മൾ അതിൽ നിന്ന് അനുമാനിക്കേണ്ടത് തൈറോയ്ഡ് ക്യാൻസർ കൂടുതലായി കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ ഒരു 2ാമത്തെ ക്യാൻസർ ആയിട്ട് ഇപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ നമ്മുടെ കേരളത്തിലുള്ള പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രിയിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു അനുമാനം പൊതുവെ കാണപ്പെടുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു സാഹചര്യത്തിൽ ആക്ച്വലി നമ്മുടെ ആരോഗ്യ നിലവാരത്തിലുള്ള മെച്ചം കൊണ്ടും ആളുകളുടെ അവയർനെസ്സും ചെറുതായുള്ള ലക്ഷണങ്ങൾക്ക് നമ്മൾ ഡോക്ടറെ കാണുകയും ഡോക്ടർമാർ കൂടുതൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കണം നമ്മുടെ ഒരു ഇൻസിഡൻസ് കൂടുതലെന്നും അങ്ങനെയും നമുക്ക് വി ക്യാൻ ഡിറൈവ് ഫ്രം ദാറ്റ്. ഡോക്ടർ, അതുപോലെ ഈ തൈറോയിഡ് മുഴകൾ ക്യാൻസർ ആകാനുള്ള സാധ്യത എത്രത്തോളമാണ്? മിക്കവാറും തൈറോയിഡ് മുഴകൾ ക്യാൻസറസ് അല്ല. ഏകദേശം ഒരു 80% മുതൽ 85% തൈറോയിഡ് മുഴകളൊന്നും ക്യാൻസർ ആവണമെന്നില്ല. ബിനൈൻ, അതായത് മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാവുക. പൊതുവെ പറയുന്നത് ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാവില്ല, പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ പൊതുവെ അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന മൾട്ടിനോഡുലാർ ഗോയിറ്റർ, അതാണ് പൊതുവെ നമ്മൾ രോഗികളിൽ കാണപ്പെടുന്ന മുഴകൾ. അതിലൊരു 5 മുതൽ 15% മുഴകളിലാണ് ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ ഉണ്ടാവാറ്. എല്ലാ മുഴകളും ക്യാൻസറസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതും പൊതുവെ ലക്ഷണങ്ങളോ മറ്റു ലക്ഷണങ്ങളൊന്നും ക്യാൻസറിന്റെ മുഴകൾ കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ തൈറോയിഡ് എല്ലാ മുഴകളും കണ്ടിട്ട് നമ്മൾ ക്യാൻസർ ആണെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ അനിവാര്യമായ പരിശോധനകൾ നടത്തിയാൽ മാത്രം. അതുപോലെ തന്നെ ഈ ഡോക്ടർ, ഈ തൈറോയിഡ് മുഴകൾ കണ്ടാൽ ചെയ്യേണ്ട മിനിമം പരിശോധന മാർഗങ്ങൾ എന്തെല്ലാമാണ്? തൈറോയിഡ് പരിശോധനയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ പരിശോധനാ രീതികൾ എന്തൊക്കെയൊന്നുകൂടി വിശദീകരിക്കാമോ? പൊതുവെ തൈറോയിഡ് മുഴകൾ വന്നു കഴിഞ്ഞാൽ രോഗിക്ക് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങൾ എന്നുള്ളത് ആദ്യം ഒന്ന് ഫിസിഷ്യൻ ചെക്ക് ചെയ്യും. മിനിമം ചെയ്യേണ്ട പരിശോധന എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ്. അൾട്രാസൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ തൈറോയിഡ് മുഴയുടെ സ്വഭാവം എന്താണെന്നും മറ്റ് കൈലകളുണ്ടോ, അതിനു ചുറ്റും അനുബന്ധമായിട്ടുള്ള കോശങ്ങളിലേക്കോ അല്ലെങ്കിൽ മസിലുകളിലേക്കോ അല്ലെങ്കിൽ അവയവങ്ങളിലേക്കോ മാറ്റം, അതിന് ഒരു എന്താ പറയുക അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ കൃത്യമായി ക്യാരക്ടറൈസ് ചെയ്യാനും അൾട്രാസൗണ്ട് കൊണ്ട് സാധിക്കും. ആ അൾട്രാസൗണ്ട് ചെയ്യുന്നതിലൂടെ ചില മുഴകൾ, അതായത് റിസ്ക് കൂടുതലൊന്നും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൾട്ടിനോഡുലാർ ഗോയിറ്ററിൽ തന്നെ കുറെ കാലമായിട്ടുള്ള മുഴകൾക്ക് ചിലപ്പോൾ മാറ്റം വരാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മുഴ, അതിന് സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഈ അൾട്രാസൗണ്ടിലൂടെ നമ്മൾ അതിനെ കൃത്യമായി നമുക്കതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ തുടർ പരിശോധനയായിട്ടുള്ള FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, വളരെ ചെറിയൊരു സൂചി കൊണ്ടുള്ള പരിശോധന, കുത്തിപ്പരിശോധന ചെയ്യുന്നത് വഴി നമുക്ക് അതിനുള്ള ആവശ്യമായ കോശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയും അതിന് ഒരു സ്ലൈഡ് വെച്ച് പരിശോധിച്ച് മൈക്രോസ്കോപ്പിനുള്ളിലൂടെ പരിശോധിച്ചതിന് ശേഷം ഇതിൽ എത്രത്തോളം സാധ്യതയുണ്ട്, ക്യാൻസർ ആവാൻ സാധ്യത നമുക്ക് പഠിക്കാൻ കഴിയും. അതിനാണ് ഫൈൻ നീഡൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്നത്.
അതിനൊരു യൂണിഫോം ആയിട്ടുള്ള, അതായത് കൃത്യമായിട്ടുള്ള നിയമാവലി ഉണ്ട്. ഈ രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാട് സഹായകമാണ്. അതുകൂടാതെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യുന്നതിലൂടെയാണ് ഈ മിനിമം പരിശോധനകൾ നമുക്ക് മിനിമമായിട്ട് ഇത്രയും പരിശോധനകളാണ് ചെയ്യേണ്ടത്. നൂതനമായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇപ്പോൾ MCC, LRCC അതുപോലുള്ള മേജർ ആയിട്ടുള്ള എല്ലാ ക്യാൻസർ സെന്റേഴ്സിലും മോളിക്കുലർ ടെസ്റ്റിംഗ്, ജനറ്റിക് പ്രൊഫൈലിംഗ്, ഇത്തരം കാര്യങ്ങളിലും കൂടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഞാനിപ്പോൾ സംസാരിച്ചതൊക്കെ പാപ്പിലറി തൈറോയ്ഡ് ക്യാൻസർ, പൊതുവായി കാണപ്പെടുന്ന ക്യാൻസറാണ്. അതുകൂടാതെ മെഡലറി തൈറോയ്ഡ് ക്യാൻസർ, അനാപ്ലാസ്റ്റിക് തൈറോയ്ഡ് ക്യാൻസർ അതുപോലുള്ള മറ്റ് ക്യാൻസേഴ്സിന്റെ കണ്ടുപിടിക്കാനും അതുപോലെ അതിന്റെ ചികിത്സാ മാറ്റങ്ങളിലും ഈ മോളിക്കുലർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ജനറ്റിക് ടെസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പുതുതായി വന്നിട്ടുള്ള പരിശോധനാ രീതികളിൽ വന്നിരിക്കുന്ന മാറ്റം. ഡോക്ടർ, അതുപോലെ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള സർജറികൾ എങ്ങനെയൊക്കെയാണ്? സർജറിയിൽ വന്നിട്ടുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം ഒന്നുകൂടി വിശദീകരിക്കാമോ? നോക്കൂ, തൈറോയിഡ് ക്യാൻസർ, അതായത് പാപ്പിലറി തൈറോയിഡ് ക്യാൻസർ, ഒരു നമ്മളെ ക്യാൻസറിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് മറ്റ് ക്യാൻസറുമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കുറച്ചൊരു ശക്തി കുറവാന്ന് തന്നെ പറയാം. പാപ്പിലറി തൈറോയിഡ് ക്യാൻസർ ആണ് പറയുന്നത്, മറ്റു ക്യാൻസർ പോലെയല്ല. ഇത് വളരെ പതുക്കെ വളരുന്ന ഒന്നാണ്. ചിലപ്പോൾ അത് വളരെ ചുരുക്കം ചില പെർസെൻറ്റേജ് ഓഫ് രോഗികൾക്ക് അത് അഗ്രസീവായി ചുറ്റുവട്ടത്തുള്ള കയലുകളിലേക്ക് പടരാനും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സ്വരയന്ത്രം ഉണ്ട് അവിടെ, അന്നനാളം ഉണ്ട് അവിടെ, അതിലേക്ക് പിടിക്കാനുള്ള സാധ്യത, പക്ഷെ വളരെ കുറച്ചു പേർക്ക് മാത്രം. മിക്കവാറും ആളുകൾക്ക് ലക്ഷണം ഉണ്ടാവില്ല. അപ്പോ തൈറോയിഡ് ക്യാൻസറിന്റെ ആത്യന്തികമായിട്ടും ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സർജറിയാണ്. ചികിത്സയുടെ അടിസ്ഥാനമായിട്ടുള്ളത് സർജറിയാണ്. സർജറിയിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതാണ് അടിസ്ഥാനപരമായി ചെയ്യുന്നത്. ആ സർജറിയിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്തതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് പ്രകാരം ആ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന്റെ രോഗിയുടെ ബേസിക് ഡാറ്റ, അതായത് അവര് എത്ര വയസ്സുണ്ട്, എത്രത്തോളം സ്ത്രീകളാണോ പുരുഷനാണോ, ഇത്തരം കാര്യങ്ങളും ഇത് മുമ്പ് റേഡിയേഷൻ ഹിസ്റ്ററി കിട്ടിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും സർജറിയുടെ തീരുമാനം എടുക്കുന്നത്. സർജറി കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, തൈറോഗ്ലോബുലിൻ, ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡി. ഈ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഹിസ്റ്റോപത്തോളജി, അതായത് നമ്മൾ തൈറോയിഡക്ടമി കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം നമുക്ക് രോഗിയുടെ ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് പിന്നീട് അസുഖം വരാനുള്ള സാധ്യത എത്രത്തോളമാണെന്നുള്ള ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കണ്ടെത്താനാണ്. തൈറോയിഡ് സർജറിയിലൂടെ തൈറോയിഡ് ഗ്രന്ഥി പൂർണ്ണമായി നീക്കം ചെയ്യുകയും അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ ഈ റിസ്ക് കൂടിയ രോഗികൾക്ക് മാത്രമാണ് ഐഡൻ തെറാപ്പിയുടെ ആവശ്യം വരുന്നത്. ഡോക്ടർ, ഈ അയഡിൻ തെറാപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അയഡിൻ തെറാപ്പി എന്ന് പറയുന്നത് മറ്റ് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി പോലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. അയഡിൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അയഡിനാണ് രോഗിക്ക് കൊടുക്കുന്നത്. മിക്കവാറും ഒരു തുള്ളി മരുന്ന്, അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കും. ഒന്ന്, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തൈറോയിഡ് ഉള്ള കോശങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും ഒരു അയഡിന്റെ മെറ്റീരിയലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ശരീരത്തിൽ കഴുത്തിൽ തന്നെ, സർജറിക്ക് ശേഷം കഴുത്തിൽ തന്നെയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ ക്യാൻസറിന്റെ അംശങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് ആയി നമ്മൾ ചെയ്യുന്ന റേഡിയോ അയഡിൻ ടെസ്റ്റ്. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ഹൈ ഡോസ്, ഇത് ചെറിയ ഡോസിലാണ് കൊടുക്കുന്നത്, ഹൈ ഡോസ് ആയിട്ടുള്ള അയഡിൻ കൊടുക്കുന്നത് വഴി നമുക്ക് തൈറോയ്ഡ് കോശങ്ങളെ, അതായത് മറ്റു ഭാഗത്തേക്ക് പടർന്നിട്ടുള്ള കോശങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ അയഡിൻ തെറാപ്പി എന്ന് പറയുന്നത് മറ്റ് പൊതുവേ ഉള്ള ട്രീറ്റ്മെന്റ് പോലെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉള്ളതല്ല. ആ ഒരു സമയത്ത് നമ്മൾ പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള ചില പഥ്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണത്തിലും നമ്മുടെ ഭക്ഷണ രീതികളിൽ ചെറിയ മാറ്റങ്ങൾ വരാനുണ്ട്. അതുപോലെ തെറാപ്പിയുടെ സമയത്ത് ഹൈഡോസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ രോഗിക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട അതായത് രോഗി ഐസൊലേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ആ സമയത്ത് മാത്രമുണ്ട്. അല്ലാതെ പൊതുവെ രോഗികൾ പറയുന്നത് എന്താ പറയാ, ചെറിയ ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീക്കം, ഇത്തരം കാര്യങ്ങളല്ലാതെ പൊതുവെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊന്നും അയഡിൻ തെറാപ്പികൾ കൊണ്ട് ഉണ്ടാവില്ല. ഇത് നമ്മൾ ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞ് ചെയ്തതിന് ശേഷം പിന്നീട് 6 മാസം കൂടുമ്പോൾ റിസ്ക് അനുസരിച്ചിട്ട്, അതാണ് തൈറോയിഡിൽ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള ഒരു മാറ്റം, ഡൈനാമിക് റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലം കഴിയുന്തോറും നമുക്ക് അസുഖം വരാനുള്ള റിസ്ക് കുറയുകയും അല്ലെങ്കിൽ കൂടുകയാണോ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും.
ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് തൈറോഗ്ലോബിൻ അല്ലെങ്കിൽ തൈറോഗ്ലോബിൻ ആന്റിബോഡി വഴി നമുക്ക് നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ക്യാൻസറിന്റെ ഒരു മാർക്കറായിട്ട് നമ്മൾ അതിനെ മോണിറ്ററിംഗ് എന്ന് പറയും. നമ്മൾ അതിനെ അസുഖത്തിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുകയും ആ, കൃത്യമായി നമുക്കതിനെ പരിശോധിക്കാനും ചികിത്സിക്കാനും കഴിയാവുന്നതാണ്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പുല്ലാട് നിന്ന് അനഘയാണ്. അനഘ, ഡോക്ടറോട് സംസാരിക്കാം. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം. അനഘ സംസാരിക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു വീക്കം വന്നായിരുന്നു. തൊണ്ടയ്ക്ക് വീക്കം വന്നിട്ടുണ്ടായിരുന്നു. എത്ര ദിവസമായി വന്നിട്ട്? ഫെബ്രുവരിയിലായിരുന്നു. ഓക്കെ. വേദന ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഓക്കെ. അനക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 18. 18 വയസ്സ്. ഓക്കെ. വീക്കം വന്നപ്പോ വേദന ഉണ്ടായിരുന്നോ? വേദന ഉണ്ടായിരുന്നു. വേദന ഉണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് ആ വീക്കത്തിന് വല്ല കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് വല്ല അതുപോലെ തന്നെയാണോ ഉള്ളത്? അന്ന് തുടങ്ങിയതുപോലെ തന്നെയാണോ ഉള്ളത്? വീക്കം ഇങ്ങനെ വേദന ആ സൈഡിൽ നിന്ന് മാറി ഇങ്ങോട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പൊ വീക്കത്തിന് പിന്നെ വല്ല മാറ്റങ്ങളും വന്നോ ഞാൻ ചോദിക്കുന്നത്. അതായത് കൂടുന്നുണ്ടോ അതോ അതുപോലെ തന്നെ ഇരിക്കുകയാണോ? അതുപോലെ തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ ശബ്ദത്തിൽ മാറ്റം അങ്ങനെയൊന്നും ഇല്ലല്ലോ? ശബ്ദത്തിന് അങ്ങനെ മാറ്റമൊന്നുമില്ല. മാറ്റമുണ്ടല്ലേ? അനക, നേരിട്ട് കാണാതെ നമ്മളൊരു അനുമാനം പറയുന്നത് ശരിയല്ല. അത് ഈ കഴുത്തിന്റെ മുൻഭാഗത്ത് തന്നെയാണോ മുഴ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഈ തൈറോയ്ഡ് ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുന്നതിലേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ പറയാണ്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, കഴുത്തിലുള്ള മുഴകൾ എന്ന് പറയുന്നത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന കയലവീക്കാണ്. അങ്ങനെ അപ്പം നമ്മൾ ആ കയലവീക്കം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവാം, തൊണ്ടവേദന വരുമ്പോണ്ടാവാം. അതുപോലെ തന്നെ തൈറോയ്ഡിൽ മുഴകൾ കാണിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം വേണ്ടത്, നമ്മളെ ശരീരത്തിൽ ഇപ്പൊ ഒരു മുഴ 2 ആഴ്ച കൂടുതൽ നിലനിൽക്കുകയാണ്. അതിന് മാറ്റങ്ങൾ, അതായത് ഒന്നുകിൽ അത് പെട്ടെന്ന് കൂടുകയാണ്, അല്ല അത് അതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്ന് കണ്ടിട്ട് ഡോക്ടർ ബാക്കിയുള്ള നമ്മുടെ ഈ കയലുകൾ വരാനൊക്കെ നമ്മുടെ തൊണ്ടയിൽ നിന്നാവാം, അല്ലെങ്കിൽ വായിൽ നിന്നാവാം. എന്തെങ്കിലും ഒരു ചെറിയ നമുക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ തന്നെ കയലുകൾ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കേട്ടില്ല, പറഞ്ഞോളൂ. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മാറാതിരിക്കുകയാണ്, ആ കയലക്ക് മാറ്റങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ നല്ലതായിരിക്കും. നമ്മള് കഴുത്തിന്റെ പിൻഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ കയലുകൾ വരുന്ന മിക്കവാറും മുടിയിൽ താരണോ അങ്ങനെ ബിനൈൻ ആയിട്ടുള്ള മറ്റു ഇൻഫെക്റ്റീവ് കണ്ടീഷൻസ് കൊണ്ട് ഉണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ മാർച്ച്, ഏപ്രിൽ, ഇപ്പം 2 മാസമായില്ലേ, 2 മാസമായിട്ട് മാറാതിരിക്കുകയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം. കണ്ടിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം പരിശോധന ഒന്ന് ചെയ്തതിന് ശേഷം മറ്റു പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഒരു ഫിസിഷ്യനെ കാണുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് സുനിതയാണ്. സുനിത, ഡോക്ടറോട് സംസാരിക്കാം. ഹലോ ഡോക്ടർ, എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഹലോ ഹലോ ഡോക്ടർ, എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഞാൻ ഹോമിയോ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇപ്പൊ എന്നിട്ട് ഇംഗ്ലീഷ് മരുന്ന് 50-ന്റെയാണ് കഴിക്കുക. അപ്പൊ ഡോക്ടർ ഇപ്പോ ഒത്തിരി വളർന്ന് വരുന്നുണ്ട് കഴുത്തിന്റെ അവിടെയേ. അപ്പൊ എന്താണ് ഹോമിയോ ഡോക്ടർ പറയുന്നത്, ഒന്ന് കുത്തിയിട്ട് ക്യാൻസർ ഉണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയണേ. എനിക്ക് പേടി, കുത്തിയിട്ട് ഇൻഫെക്ഷൻ എന്തെയായിട്ട് പിന്നീട് എന്തെങ്കിലും വരുമോ പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട്. അങ്ങനെ എന്തെങ്കിലും വരുമോ ഡോക്ടർ ഒന്ന് അറിയാനാ. പിന്നെ ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും കഴിക്കാവോ, രണ്ടും കഴിക്കാവോ ചോദിക്കണം. 50-ന്റെയാണ് കഴിക്കുന്നത്. ഞാൻ കുറെ വർഷം, 18 വർഷമായി തുടങ്ങിയിട്ട്, തൈറോയിഡ് തുടങ്ങിയിട്ട്. കേൾക്കുന്നുണ്ട് ഡോക്ടറെ, പറയൂ. സുനിത മനസ്സിലാക്കേണ്ടത്, സുനിത തൈറോയിഡ് ഉണ്ടെന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോണിലുള്ള ഇംബാലൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് തൈറോയിഡ് ഉണ്ടാക്കണ
ഗ്രന്ഥിയാണ് ആ തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ആ ഹോർമോൺ ആ നമ്മളെ ആ ശരീരത്തിലുള്ള ഒരു ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ആ ആ ആ ഹോർമോണിലുള്ള വ്യതിയാനാണ്, അതിനാണ് ഇപ്പൊ സുനിത 18 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ആ പേടിക്കേണ്ട ആ കാര്യമില്ല. അത് ആ ഒരുപാട് ആ പേർക്ക് ഉള്ള കാര്യം മാത്രമാണ്. അപ്പൊ ആ ആ അങ്ങനെയുള്ള ഹോർമോണുകളിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ ആ നമ്മുടെ ശരീരത്തിൽ ആ തൈറോയിഡിന്റെ മുഴ കൂടാൻ കുറയും. ആ മനസ്സിലാക്കേണ്ട കൂടും കാര്യം കുറയും എന്താണെന്ന് വെച്ച് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാല് ഡോക്ടറെ. കുറയാൻ കൂടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഓക്കെ. ആ എന്താ, കുറെ കാലങ്ങളായി നിൽക്കുന്ന മുഴകളിൽ ചില പരിവർത്തന സാധ്യത ഒരു സാധ്യത പഠനങ്ങളിൽ കാണിക്കുന്നത് കൊണ്ടാണ് സുനിത അടുത്ത ഡോക്ടർ പറഞ്ഞ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആ അറ്റ്ലീസ്റ്റ് ആ സുനിത ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അൾട്രാസൗണ്ട് ആ സ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അത് ആ ആ നമ്മള് ഇവിടെ പുറത്ത് വെച്ചിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടോ? അത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടോ? മുൻപ് ഞാൻ സ്കാനിങ് 3 മാസം കഴിയുമ്പോൾ പാലക്കാട് പൾസിൽ പോയിട്ട് സ്കാനിങ് ചെയ്യും. അപ്പൊ ആ അകലയില് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യണം, നിങ്ങളുടെ നന്നായി വളർന്നിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ഒരു ആപ്പിളിന്റെ അത്ര ഇങ്ങനെ നോക്കുമ്പോ കാണണ്ട എല്ലാവരും മോളെ നിനക്ക് തൈറോയിഡ് ഉണ്ട് ഇല്ലേ എന്ന് എല്ലാവരും പുറത്തു പോകുമ്പോ ഇങ്ങനെ ചോദിക്കും. അപ്പൊ എനിക്കൊരു വിഷമം, സർജറി ഇനി ചെയ്യേണ്ട മനസ്സിലായി. വരുമോ അതോ ഹോമിയോ മരുന്നിൽ ഇംഗ്ലീഷ് മരുന്നിൽ മാറുമോ എന്താണ് അറിയണം ഡോക്ടറെ. അല്ല, അതാണ് സുനിത. ഈ ആ തൈറോയിഡിൽ ഒരു പ്രാവശ്യം മുഴ വന്നാൽ പൊതുവെ ആ മുഴ മാറാറില്ല. ആ ആഹ് പക്ഷെ എല്ലാ മുഴകളും ക്യാൻസറസ് അല്ല. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ആ എല്ലാ ആ മുഴയും ആ ക്യാൻസർ ആവണമെന്നില്ല. ആ പക്ഷെ ഇപ്പൊ ആ സുനിത പറഞ്ഞ പോലെ സുനിതയ്ക്ക് ഇപ്പം മറ്റുള്ളവർ പറയുമ്പോൾ ഒരു ആ ബുദ്ധിമുട്ടുണ്ട്. അതായത് ആ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആ തൈറോയിഡ് ഇപ്പം വിസിബിളി ഇവിടെ ഒരു മുഴയായിട്ട് കാണുന്നുണ്ട്, അത് മാറ്റണം എന്നുണ്ടെങ്കിലാണ് സാധാരണ ആ ക്യാൻസർ അല്ലാത്ത മുഴകളിൽ ഒരു സർജറി നമ്മൾ പൊതുവെ ചെയ്യാറ്. ആ ആ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അൾട്രാസൗണ്ട് സ്കാനില് നമ്മൾ ആ പൊതുവെ അതിനൊരു പ്രത്യേക ഒരു സ്വഭാവം, അതായത് ഇതിന് ക്യാൻസറിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഉണ്ടോ ആ ഇല്ലയോ എന്നുള്ളതിന് നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ അതിൽ ആ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ FNACക്ക് അഡ്വൈസ് ചെയ്യാറുള്ളൂ. പൊതുവേ ആ സുനിത ആ പറഞ്ഞ ഒരു ഹിസ്റ്ററി വെച്ചിട്ട്, അതായത് പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് ഒരു ആ മൾട്ടി നോഡുലർ ഗോയിറ്റർ, അതായത് ആ ക്യാൻസർ ആ അല്ലാത്ത മറ്റു വിഭാഗത്തിൽപ്പെടുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ആ അൾട്രാസൗണ്ട് ചെയ്ത് മാത്രമേ എനിക്ക് പോലെ അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിൽ ഓ പോലും. ഓ അപ്പൊ അത് അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ട് ആ വേറെ നമുക്ക് ഈ എന്താണ് ബുദ്ധിമുട്ടോ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ആ ഇൻഫെക്ഷൻ ആകുക എന്തെങ്കിലും വരുമോ പറഞ്ഞ ഒരു പേടി എനിക്ക്. മനസ്സിലായി ഇങ്ങനെ മനസ്സിലായി. മിക്കവാറും വരും. ആളുകൾക്കുള്ള പേടിയാണ്. ആ മിക്കവാറും ആ ആളുകൾ ഫ്രണ്ടിലല്ലേ, എന്റെ കഴുത്തിലല്ലേ തൈറോയിഡ് കുത്തി പരിശോധിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വരുമോ, അങ്ങനെ പേടിക്കേണ്ട. വളരെ ചെറിയൊരു നീഡിൽ വെച്ചിട്ടാണ് ഈ പരിശോധന ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് അൾട്രാസൗണ്ട് വെച്ച് ചെയ്യുന്നതോടെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഏത് നൊഡ്യൂളാണോ ഏറ്റവും സംശയമുള്ളത് അതിൽ മാത്രമേ ചെയ്യേണ്ടൂ. മിക്കവാറും മുഴകൾക്ക് ചിലപ്പോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കുറെ മുഴകളുണ്ട്. മനസ്സിലായില്ലേ? ഏതിൽ പെടുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ സുനിതയ്ക്കുള്ള മനസ്സിന്റെ ആശങ്ക നീക്കം ചെയ്യാൻ എപ്പോഴും എന്താ, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാം, പ്രശ്നമില്ല എന്ന് അറിയണമെങ്കിൽ അല്ലേ? അതല്ല എന്റെ ശരി. ഡോക്ടർ പ്രേക്ഷകയ്ക്ക് ഹലോ. മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ തൈറോയ്ഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പ്രായക്കാരെയാണ് സാധാരണഗതിയിൽ തൈറോയ്ഡ് ക്യാൻസർ കൂടുതലായി ബാധിക്കുന്നത്? നോക്കൂ, തൈറോയിഡ് ക്യാൻസറിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപ്പുലറി തൈറോയ്ഡ് ക്യാൻസർ, മെഡുലറി തൈറോയ്ഡ് ക്യാൻസർ, അനാപ്ലാസ്റ്റി, നമ്മളിപ്പോ സംസാരിച്ചത് പൊതുവെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പാപ്പുലറി തൈറോയ്ഡ് ക്യാൻസർ ആണ്. അത് പൊതുവെ ലക്ഷണങ്ങൾ ഇല്ലാത്ത രീതിയിലാണ് സൈലന്റ്. അത് മിക്കവാറും കണ്ടുപിടിക്കപ്പെടുന്നത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വല്ല അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയോ CT ചെയ്യുകയോ പെറ്റ് സ്കാൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പൊതുവെ കാണപ്പെടാറ്. അതിൽ വളരെ കുറഞ്ഞൊരു ശതമാനം രോഗികൾക്ക് ചിലപ്പോൾ കഴുത്തില് മുഴകളുടെ രൂപത്തിൽ, അതായത് ലിംഫ് നോഡ്സിന്റെ രൂപത്തിൽ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു മുഴയായിട്ട് കാണിക്കാറുണ്ട്. പക്ഷെ മറ്റു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. മുഴയായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് വളരെ പതിയെ തോതിൽ വളരുന്ന മുഴകളുണ്ട്, വളരെ പെട്ടെന്ന് വളരുന്ന മുഴകളുമുണ്ട്. ഇതൊന്നും അല്ലാതെ ഒരു എന്താ പറയാ, ഒരു 5% താഴെയുള്ള രോഗികൾക്ക് അത് കുറച്ച് അഡ്വാൻസ് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്ന രോഗികളും ഉണ്ട്. അതായത് നമ്മുടെ സ്വരേന്ദ്രത്തില് ശബ്ദത്തിൽ മാറ്റോ അല്ലെങ്കിൽ അന്നനാളത്തിനെ പിടിക്കുക അങ്ങനത്തെ പല ലക്ഷണങ്ങളും കാണിക്കുന്ന രോഗികളുണ്ട്. പക്ഷെ അത് നമ്മൾ പൊതുവെ നമ്മൾ പറയുന്നത് ഈ പാപ്പുലറി തൈറോയ്ഡ് ക്യാൻസർ പൊതുവെ നമുക്ക് ലക്ഷണങ്ങൾ ഇല്ലാതെയാണ് രോഗികൾ കാണുന്നതും അത് പരിശോധനയുടെ ഫലമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിന് നമ്മളൊരു എന്താ പറയാ, അതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ ശക്തി കൂടിയ രീതിയിലുള്ള മറ്റ് ക്യാൻസർ ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യില്ല എന്ന് പറയുന്നു. ഡോക്ടർ, അതുപോലെ ഈ തൈറോയ്ഡ് ക്യാൻസർ ചികിത്സയ്ക്കുള്ള റോബോട്ടിക് സർജറിയെ കുറിച്ച് അറിയേണ്ടതുണ്ട്. പാടുകളില്ലാതെ സർജറി ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാമോ? തൈറോയ്ഡ് ക്യാൻസർ സർജറി എന്ന് പറയുന്നത് സാധാരണ തൈറോയ്ഡ് സർജറി ചെയ്യുമ്പോൾ ഓപ്പൺ തൈറോയ്ഡ് സർജറി, നമ്മുടെ കഴുത്തിന്റെ
കഴുത്തിന് മുന്നിലായി ഇവിടെയാണ് തൈറോയ്ഡ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സുരേന്ദ്രത്തിന് മുമ്പിലായിട്ട് സ്കിന്നിന്റെ അടിയിൽ. അപ്പൊ നമ്മളവിടെ സ്കിന്നിൽ ഒരു ഇൻസിഷൻ ഇട്ട് ഓപ്പൺ പ്രൊസീജിയർ ആയിട്ട് നമ്മൾ തൈറോയ്ഡ് നീക്കം ചെയ്യുമ്പോൾ കൺവെൻഷനലി കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൈറോയ്ഡ് സർജറി അതാണ് ഓപ്പൺ മെത്തേഡ്. ഇതല്ലാതെ മറ്റ് ഭാഗങ്ങളിലൂടെ റിമോട്ട് ആക്സസ്, അതായത് ഈ നമ്മൾ തൈറോയിഡിനെ അപ്രോച്ച് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ദൂരത്തിനായിരിക്കും. അതില് സ്കാർലെസ് ഇപ്പൊ ചോദിച്ചില്ലേ, സ്കാർലെസ് അതായത് സ്കാർലെസ് എന്ന് വെച്ചാൽ പാടുകൾ ഇല്ലാതെ തൈറോയ്ഡ് ചെയ്യാൻ പറ്റും, ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് ഇതിൽ കൂടുതൽ അഡ്വാൻസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ റോബോട്ടിക് തൈറോയിഡക്ടമി. എൻഡോസ്കോപ്പിക് മെത്തേഡ് ഉണ്ട്, റോബോട്ടിക് തൈറോയിഡക്ടമി ഉണ്ട്. ഈ നമ്മുടെ പല പല മാർഗങ്ങളിലൂടെയാണ് റോബോട്ടിക് തൈറോയിഡക്ടമി. ഇതിൽ റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്. റോബോട്ടിക് തൈറോയിഡക്ടമി അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതായത് ഹലോ, കേൾക്കുന്നുണ്ടോ? സംസാരിക്കാം. റോബോട്ടിക് തൈറോയിഡക്ടമിയിൽ നമ്മുടെ ആക്സസ്, നമ്മൾ ആ തൈറോയിഡിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ, അതായത് അതിന്റെ സുഷിരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ദൂരത്തായിരിക്കും. അത് നമുക്ക് വിസിബിൾ അല്ലാത്ത രീതിയിൽ, അതായത് നമ്മുടെ ചുണ്ടിന്റെയും താടിയെല്ലിന്റെയും കീഴ്ചുണ്ടിന്റെയും താടിയെല്ലിന്റെ ഇടയിൽ കൂടെ പോകുന്നതിനാണ് ട്രാൻസോറൽ ട്രാൻസ്വെസ്റ്റിബുലർ അപ്രോച്ച് എന്ന് പറയുന്നത്. അതുവഴി സുഷിരങ്ങൾ ഉണ്ടാക്കി കാർബൺ ഡയോക്സൈഡ് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തൈറോയിഡിലേക്ക് എത്തുകയും സാധാരണ നമ്മൾ തൈറോയിഡ് സർജറി ചെയ്യുന്നത് പോലെ തന്നെ തൈറോയിഡിന് നീക്കം ചെയ്യുകയും ചെയ്യും. അതാണ് ഒരു മെത്തേഡ്. പിന്നെയുള്ളതൊന്ന് ചെവിയുടെ പിൻഭാഗത്തോടെ ചെയ്യുന്ന റിട്രോ ഓറിക്കുലർ അപ്രോച്ച്. പിന്നെ ഒന്ന് നമ്മുടെ കക്ഷം വഴി ട്രാൻസ് ആക്സിലറി അപ്രോച്ച്, അല്ലെങ്കിൽ റാബിറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന റോബോട്ട്. അതിപ്പോ കൂടുതൽ ഡോക്ടേഴ്സിന്റെ ഇടയിൽ പ്രചാരണം നേടുന്നതാണ്, കാരണം അതിന്റെ ലേണിംഗ് കർവ് കുറച്ച് കുറവാണ്. റോബോട്ടിക് തൈറോയിഡക്ടമിയിൽ നമ്മളെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സ്കാർ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. വിഷ്വലൈസേഷൻ, അതായത് ഒരു ഹൈ വോളിയം ഒരു തൈറോയിഡ് സർജറി ചെയ്യുന്ന ഒരു സെന്ററിനെ സംബന്ധിച്ചിടത്തോളം വിഷ്വലൈസേഷൻ ഒരു വലിയ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷൻ, അതിന്റെ ഒരു കൺട്രോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് തോന്നില്ലെങ്കിൽ, പക്ഷെ ഈ റോബോട്ടിൽ തന്നെ കൂടുതൽ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആ സ്കാർ ഒഴിവാക്കുന്നതോടൊപ്പം ആ ഒരു ബെറ്റർ വിഷ്വലൈസേഷൻ നമുക്ക് ഇപ്പൊ നമ്മുടെ MCC ഇപ്പോൾ നിലവിലുള്ള ഡാവിഞ്ചി റോബോട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല വിഷ്വലൈസേഷനും നല്ല കൺട്രോളും ഉള്ള ആ ജനറേഷൻ കൂടുന്തോറും നമ്മൾ അതിന്റെ ടെക്നോളജിയും കൂടുതൽ അഡ്വാൻസ് ആയി വരികയും തീർച്ചയായും അത് ബെനിഫിഷ്യൽ ആണ്. ഡോക്ടർ, അതുപോലെ ഈ അയഡിൻ തെറാപ്പി, കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ പോലുള്ള ചികിത്സാ രീതികളാണോ എന്നുള്ള സംശയങ്ങൾ കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടി ഒന്ന് വിശദീകരിക്കാമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അയഡിൻ തെറാപ്പി, കീമോ റേഡിയേഷൻ പോലെ മറ്റ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയോ, കീമോതെറാപ്പി പോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയോ, അല്ലെങ്കിൽ റേഡിയേഷൻ പോലെ ആ ലോക്കൽ ആയി കൊടുക്കുകയാണെങ്കിൽ പോലും അതിന് ചുറ്റുവട്ടത്തുള്ള ഓർഗൻസിന്, സ്കിന്നിന്, അതുപോലെ മറ്റേ ഇതിനെ ബാധിക്കുന്ന പോലുള്ള ചികിത്സയല്ല അയഡിൻ തെറാപ്പി. അയഡിൻ തെറാപ്പി എന്താണ്? അയഡിൻ തെറാപ്പി തൈറോയിഡ് കോശങ്ങളെ മാത്രം, അതായത് അയഡിൻ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെ മാത്രം നശിപ്പിക്കുകയും, മാത്രമല്ല നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ അതിന്റെ സോഴ്സ് ഓഫ് റേഡിയേഷൻ ആണ് ഈ കോശങ്ങളെ, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത്. അല്ലാതെ ബാഹ്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സൈഡ് എഫക്ട് കുറവും രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. തൈറോയ്ഡ് ക്യാൻസർ സർജറി കഴിയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഹോസ്പിറ്റലിൽ നിന്നാൽ മതി. കഴുത്തിലുള്ള ഡ്രെയിൻ അല്ലെങ്കിൽ ഡ്രെയിൻ പൈപ്പ് റിമൂവ് ചെയ്യുന്നതോടെ, ചിലപ്പോൾ ഡ്രെയിൻ ഇല്ലാതെയും ചെയ്യുന്നവരുണ്ട്, ഡ്രെയിൻ ഉള്ളത് ചെയ്യുന്നവരുണ്ട്. ഡ്രെയിൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഹോസ്പിറ്റലിൽ വേണ്ടത്. അയഡിൻ തെറാപ്പിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡോസ് എടുക്കുവാണെങ്കിൽ മാത്രമാണ് ആ സമയത്ത്. അതും എല്ലാവർക്കും നിർബന്ധമുള്ളൊരു കാര്യമല്ല. നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് വരുന്ന ഹിസ്റ്റോപത്തോ ബയോപ്സി റിപ്പോർട്ടിൽ, സർജറി കഴിഞ്ഞിട്ടുള്ള ബയോപ്സി റിപ്പോർട്ടിൽ ഏത് റിസ്ക് കാറ്റഗറിയിലാണ് ഇവർ പെടുന്നത്, ലോ റിസ്ക് ആണോ, ഇന്റർമീഡിയറ്റ് റിസ്ക് ആണോ, ലോ ഇന്റർമീഡിയറ്റ് റിസ്ക് ആണോ, അല്ലെങ്കിൽ ഹൈ റിസ്ക് ആണോ? എന്താണ് ഈ റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാൽ അസുഖം തിരിച്ചു വരാനുള്ള ഒരു സാധ്യത, അതല്ലാതെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു തൈറോയ്ഡ് ക്യാൻസർ ആണെന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെയാണ് നമ്മൾ അയഡിൻ തെറാപ്പിയുടെ റോള് വരുന്നത്. ആ ഒരു റിക്കറൻസ്, രണ്ടാമത് വരാതിരിക്കാൻ, ഇതിനെ പ്രിവെന്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും നമുക്ക് ഈ അയഡിൻ തെറാപ്പി കൊണ്ട് മനസ്സിലാക്കാനും ട്രീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. സമയത്തിന്റെ പരിമിതി മൂലം ഇടപെടുകയാണ്. തൈറോയ്ഡ് ക്യാൻസറിനെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ അനു ഭട്ടക്കലാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.